പള്ളിയിലുള്ള ആളാണിത്. ഇവിടെ 5 മണിൻ്റെ ശേഷമാണ് കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്ന ഈ ഒരു കിച്ചണിലാണ് കേട്ടോ. ഇതേമാതിരിയുള്ള ഒരു കഞ്ഞി ഇല്ല. നമുക്ക് 40-50 കൊല്ലമായി ഈ കഞ്ഞി. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കേട്ടോ വലിയ ജീരകവും ചെറിയ ജീരകവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഞ്ഞി ഓരോന്നായിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കഴിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോകണം കാഴ്ച. സർവ് ചെയ്തിട്ട് കഞ്ഞിയിൽ പാർന്ന് കൊടുക്കുക. ഞാൻ അതൊന്ന് തീർക്കട്ടെ. ഓക്കെ ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഞ്ഞി സെർവ് ചെയ്യുന്നുണ്ട്. അതായത് ബർമ കഞ്ഞി. ബർമ കഞ്ഞി എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും, ഒരുപാട് ആൾക്കാർ അറിയാത്തവരുണ്ടാവും. കോഴിക്കഞ്ഞി എന്ന് പറയുന്നത് ആ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു സ്പോട്ടിലാണുള്ളത്. ഈ ഒരു വീട്ടിൽ നിന്നാണ് കഞ്ഞി ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുള്ളത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ കഞ്ഞി ഉണ്ടാക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് പോവുക. അവിടുത്തെ ഈ ഒരു ചേരുവ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഈ ഒരു അടുക്കളയിൽ വെച്ചിട്ടാണ്, ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഇപ്പോൾ ഓരോ പരിപാടികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു 4 മണിയാകുമ്പോഴേക്കും ഇവരെല്ലാ പരിപാടിയും തീർന്ന് ഇതെല്ലാം പള്ളിയിലേക്ക് എത്തിക്കും. ആ ഒരു പ്രോസസ്സിങ് കൂടി ഇവിടെ നടക്കും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി തീർന്ന് പിന്നെയുള്ളതെല്ലാം പള്ളിയിലാണ് കേട്ടോ. പള്ളിയിൽ എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ സെർവ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇവിടുത്തെ പണ്ടാരിയുണ്ട്, ഇതിൻ്റെ ഓണർമാരുണ്ട്, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ചോദിച്ചേക്കാം എത്ര വർഷമായി, ഇതെങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റൌഫ്. എൻ്റെ ഉപ്പ തുടങ്ങി വെച്ചതാണ് ഈ എല്ലാ വർഷവും റമദാൻ മാസം 28 ദിവസം ഉണ്ടാവും. നോമ്പ് 2 തുടങ്ങിയിട്ട് നോമ്പ് 28 വരെ ഉണ്ടാവും ഈ കഞ്ഞി. ഇത് ബർമ കഞ്ഞിയാണ്. ബർമയിൽ ഉണ്ടായിരുന്ന ഒരു വിഭവമാണ്. ബാപ്പ ബർമയിൽ ആയിരുന്നു കുറേ കാലം. അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പള്ളികളിൽ കൊടുക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഉണ്ട്. ഒരു 58 വർഷമായി ഇതിപ്പോൾ ഇവിടെ. ഇതിൻ്റെ പാചകം രാവിലെ 6-7 മണി. ഇതിൻ്റെ പാചകം രാവിലെ 6-7 മണി 4 മണിയാകുമ്പോഴേക്കും പാചകം വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് ഇതിൽ ഒരുപാട് ചേരുവകൾ ചേർക്കാറുണ്ട്. രാവിലെ ഇതിൽ ഒരുപാട് ചേരുവകൾ. പാചകത്തിന് 4 സ്ത്രീകളുടെ 4 സ്ത്രീകളുണ്ട്, 2 ആണുങ്ങളാണ്. പിന്നെ പുരുഷന്മാർ 2 ആണുങ്ങളാണ്. പിന്നെ വൈകുന്നേരം 4 പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേറെ, വൈകുന്നേരം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേറെ, അവരാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുക. പിന്നെ 5 പള്ളികളിലേക്ക് കൊണ്ടുപോകും. 5 ചെറിയ അടുത്തതിൽ പള്ളികളിലും 6 പള്ളികളിൽ ആകെ കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഇവിടുത്തെ വലിയ പള്ളിയിലാണ് കൊടുക്കുക. അവിടെയാണ് കൂടുതലും ആൾക്കാരുണ്ടാവുക വാങ്ങിക്കാൻ. ബാക്കിയൊക്കെ അടുത്തുള്ള 5 പള്ളികളിലും ഈ 2 ചെമ്പ് 1 ചെമ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ വലിയ പള്ളിയിൽ 10 ചെമ്പ് കൊണ്ടുപോകും. അത് മുഴുവനും തീർന്നു പോയി, എല്ലാ ദിവസവും തീർന്നു പോവുകയും ചെയ്യാറുണ്ട്. പിന്നെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ട് ഇതിനായിട്ട് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും. ചിലവ് പറഞ്ഞാൽ ഏകദേശം 2-3 ലക്ഷം റുപ്യൻ്റെ ഇടയ്ക്ക് വരും. 2.5-3 ഇടയ്ക്ക് 1 ലക്ഷം രൂപ ചിലവ് വരും. ഇതിൽ ഭൂരിഭാഗം നമ്മളെ ഫാമിലി തന്നെ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞങ്ങളൊരു ബിൽഡിങ്ങിൽ റൂമിൻ്റെ വാടക ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. കൂടാതെ ആരെങ്കിലും സാധാരണ തരുന്നവരുണ്ട്, ഡൊണേഷൻ തരുന്നവർ തരും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് കണ്ടെത്തുന്നത്. എൻ്റെ പേര് അബ്ദുസലാം. ഞാൻ 28 കൊല്ലമായി ഇവിടെ പണിയിൽ ജോലി ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അരി പച്ചരിയാണ്. പിന്നെ അതിൽ വരുന്നത് പിന്നെ വെല്ലുള്ളി, പിന്നെ ഉലുവ, കോഴി, വലിയ ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കടലപ്പരിപ്പ്, പിന്നെ തേങ്ങാപ്പാൽ, ഏലക്കായ്, കറാമ്പ്, പട്ട, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെ 23 സാധനം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് കോഴിക്കഞ്ഞി. 33 കിലോ അരിയാണ് ഡെയിലി വെക്കുന്നത്. അപ്പോൾ അത് 33 കിലോ. പിന്നെ അതിലുള്ള ചേർച്ചതാണ് പറഞ്ഞത്, സാധനങ്ങളും ഇടും. പിന്നെ കോഴി 12 മണിക്കാണ് ഇത് അരി ഇടുക അടുപ്പത്ത്. ഒരു 4 മണി ആവുമ്പോൾ കഞ്ഞിയാവും. 18 കോഴി 3 ചെമ്പിലേക്ക് 3 ചെമ്പ് കഞ്ഞി ഉണ്ടാവും. അത് 18 കോഴി ഉണ്ടാവും. ഫസ്റ്റിൽ വെള്ളം വെച്ച് കത്തിച്ച് വെള്ളം കത്തിച്ച് കഴിഞ്ഞാൽ അരി ഇടും. അതിൻ്റെ കൂടെ വെല്ലുള്ളി, അതിൻ്റെ കൂടെ പിന്നെ ഉലുവ, അതിൻ്റെ കൂടെ കോഴി. അതങ്ങനെ 2 മണിക്കൂറോളം ഇത് വെന്ത് കഴിഞ്ഞിട്ട് കോഴിനെ കൂട്ടി എടുക്കും. ഇത് വീണ്ടും എടുത്തിട്ട്
ചെറിയ ചെറിയ പീസാക്കിയിട്ട് വീണ്ടും അതിലേക്ക് ഇടും. ഇതേപോലെ ആ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ബാക്കിയുള്ള ചേർത്തൽ. കുരുമുളക് ചേർത്തു, അതിൻ്റെ വയ്യിൽ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ ബാക്കിൽ വലിയ ജീരകം, ചെറിയ ജീരകം, അതിൻ്റെ വയ്യിലാണ് പിന്നെ കടലപ്പരിപ്പ്. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ, ഏലക്കായ്, കറാമ്പ്, പട്ട, കരിവേപ്പില, ഉപ്പ് അതെല്ലാം കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയെല്ലാം ചേർത്ത് കഞ്ഞിയെല്ലാം കൂടി ലെവലായി. ആ തൂക്കം വരുന്ന സമയത്ത് ഈ ചെറിയ വട്ടമുള്ള ചെമ്പിലേക്ക് മാറ്റും. മാറ്റിയിട്ട് വണ്ടീൻ്റെ സൈറ്റിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതിൽ നെയ്യ്, ഉള്ളി വറുവിട്ടിട്ട് നെയ്യിൽ അതിൻ്റെ മേലെ അങ്ങനെ തൂങ്ങിക്കും. അങ്ങനെയാണ് വണ്ടിയിൽ കയറ്റിയിട്ട് 6 വള്ളിയിലേക്ക് കൊണ്ടുപോകും. കഞ്ഞിൻ്റെ അകത്ത് ഉള്ളതാണ് വെല്ലുള്ളി നെയ്യിൻ്റെ അകത്ത് വറവ് ചെയ്തിട്ട് കഞ്ഞിയിൽ പാർന്ന് കൊടുക്കുക. ഇത് കഞ്ഞിൻ്റെ ടേസ്റ്റ് കൂടാനാണ്. ആ പരിപ്പ് മാത്രം അരച്ചിട്ട് അതിലൊഴിക്കാനുള്ളതാണ്. നല്ല പരിപ്പാ, സാധാ പരിപ്പാ. ആ അത് തേങ്ങൻ്റെത്, തേങ്ങാപ്പാൽ, ഏലക്കായും കറാമ്പൊക്കെ ഇട്ടിട്ട് അരച്ച തേങ്ങ അത് ലാസ്റ്റ് കഞ്ഞിൽ കൊടുക്കുള്ളൂ. ഇത് നല്ല ജീരകം അരച്ചിട്ട് കൊടുക്കുക. അതിൽ കഞ്ഞിയിലത് പറയാനുള്ള. ഇത് ഇഞ്ചി, മറ്റേത് വെളുത്തുള്ളി. ഇതൊക്കെ കഞ്ഞിയിലത് കൊടുക്കാനുള്ളതാണ്. ഞാനൊരു ഇതിട്ടല്ലേ ഞങ്ങൾ ബീച്ചിലെ പാത്ത. ഞാനൊരു 6 മണിക്ക് വരും. ഓ ഒരു അസംസ്കാരം കഴിഞ്ഞാൽ പോകും. ഞാൻ നേരത്തെ എത്തും. പിന്നെ ബൈക്ക് കൂടെ ഓലൊക്കെ വരികയുള്ളൂ. എനിക്കിത് അതൊക്കെ ഇറന്ന് ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ വരും. ഇഞ്ചിയാണ്, ഇഞ്ചി പേസ്റ്റാക്കി. അടുത്തത് വെളുത്ത ഉള്ളി അതേപോലെ പേസ്റ്റാക്കിയതാണ്. എന്നിട്ട് മിക്സ് ചെയ്യാം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഓരോരോ ചെമ്പിലേക്ക് ഓരോ പാട്ട ഒഴിച്ച് ഒഴിക്കുക. ചെമ്പിലേക്ക് ഒഴിക്കാൻ പോവുക. ആ പിന്നെ ബാലൻസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് വയ്ക്കും. അതും കൂടി വെച്ചു. ആ വെച്ചു. ഇതിപ്പോൾ വലിയ ജീരകവും ചെറിയ ജീരകവും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെമ്പിലേക്ക് ഒഴിക്കാൻ പോവുക. അമ്മിമേലിട്ട് അരച്ച. അതെ, ഓരോ ചെമ്പിൽ എല്ലാം ചേരുമ്പോൾ വേറെ ബാക്കി വയ്ക്കും. ചിക്കൻ പീസാക്കി ഇങ്ങനെ ഇടുന്നില്ലേ? ഈ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടലൻ്റെ പരിപ്പാണ് കേട്ടോ. അത് മൊത്തത്തിൽ മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കിയത്. അത് ഒരു ചെമ്പിൽ 3 കപ്പ് ഒഴിച്ച് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. മണിക്കടലല്ലേ? മണിക്കടല പരിപ്പ് കണ്ട ഭയങ്കര സ്മൂത്തായി ചെയ്തിട്ടുണ്ട്. അടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല പുകയുണ്ടോ? ഈ കഞ്ഞിയിലേക്കുള്ള ലാസ്റ്റ് കൂട്ടാണ് കേട്ടത് മഞ്ഞൾപ്പൊടി ഇല്ല. മഞ്ഞൾപ്പൊടി ഇത് മഞ്ഞൾ അരച്ചതാ? കലക്കിയത് അതിലൊഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തൂമിക്കുന്ന പരിപാടി. അതിൻ്റെ മുന്നേ ഈ തേങ്ങൻ്റെ അരവൊക്കെ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അത് നമ്മൾ അതിൽ ഇടാൻ വിട്ടുപോയി തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാ കൂട്ടുകളും സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചേരുവായിട്ടുള്ള മഞ്ഞൾ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. 4-5 കയ്യിലൊക്കെയാണ് ഒഴിക്കുന്നത്, ഒരു ആവറേജ് ഇത് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു അടുപ്പ് കത്തിച്ച് ഈ ഒരു പുക വരും മൊത്തത്തിൽ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിൽ ഈ ഉള്ളി താളിച്ചത് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതോടെ ഈ പരിപാടി ഫിനിഷായി എന്നാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എലത്തൂരിലുള്ള കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്ന ഈ ഒരു കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി വലിയ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. സാധനം ഫുള്ളായിട്ട് ഇളക്കണം. ഇനി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു ചെമ്പിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ചെമ്പിലേക്ക് മാറ്റുന്നതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ഉള്ളി താളിച്ചത്
ഇതിൽ മിക്സ് ചെയ്യും. ഉള്ളി നെയ്യിലല്ലേ, നെയ്യിൽ താളിച്ച് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതാ എല്ലാം അങ്ങനെ ആക്കി ഈ ചെറിയ ചെമ്പിലേക്ക് മാറ്റും. ഈ ചെറിയ ചെമ്പ് എല്ലാം അങ്ങോട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ. അവിടെ കൊണ്ടുവയ്ക്കും. ഇല്ല, അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് വണ്ടി വരും. ആ വണ്ടിയിലെല്ലാം പള്ളിയിലേക്ക് കൊണ്ടുപോകും. അത് ഓരോ പള്ളിയിലേക്ക് ഇത്രയെന്ന് പറഞ്ഞ കണക്കാണ്. ഈ വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് 10 ചെമ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ള അടുത്തുള്ള ഓരോരോ ഇതുകളുണ്ട്. ഇതാ ഇതിങ്ങനെ ഇതാക്കിയതിൻ്റെ ശേഷം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മളെ കഞ്ഞിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കഞ്ഞി ഇവിടെ വെച്ചിട്ടുള്ള ഈ എടുത്ത് വെച്ച കഞ്ഞികളെല്ലാം ഇവിടെ ഉള്ള കുറേ പള്ളികൾക്കെല്ലാം സെർവ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകളിലെല്ലാം വന്നിട്ട് വീട്ടുകളിലുള്ള ആളിലെല്ലാം വന്നിട്ട് കഞ്ഞി കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ലാസ്റ്റുള്ള കഞ്ഞി ഇവിടെ ഒരു 10 അല്ലത് 10 ചെമ്പ് കഞ്ഞി ഇവിടെ തൊട്ടടുത്തുള്ള പള്ളി, ഇവിടുത്തെ മഹല്ല് പള്ളിയിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ കഞ്ഞി ഓരോന്നായിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി നമ്മൾ വാങ്ങണേ. അപ്പോൾ ഇവിടുന്ന് കഞ്ഞി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് തന്നെ കഞ്ഞി കുറച്ച് സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഫാമിലിയും അങ്ങനത്തെ ലേഡീസെല്ലാം ഇവിടെ വന്നിട്ട് കഞ്ഞി വാങ്ങിക്കുന്നതാണ് കേട്ടോ. അവരെല്ലാവരും ഇതാ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആയി കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവരൊക്കെ സ്ഥിരം ഇവിടെ വന്ന് വാങ്ങിക്കുന്നതാണ്. നിങ്ങളിവിടെ എത്രയായി വാങ്ങാൻ തുടങ്ങിയിട്ട്, കഞ്ഞി മേടിക്കാൻ തുടങ്ങി? കുറേ കാലം. ഇവിടെ തന്നെയാണ് വീട്? വീട് ഇവിടെ എടുത്ത വീട്? ഇവരൊക്കെ ഇവിടെ അടുത്തുള്ളവരല്ലേ? ഇതേമാതിരിയുള്ള ഒരു കഞ്ഞി ഇല്ല. നമുക്ക് 40-50 കൊല്ലമായി ഈ കഞ്ഞി. പരിശുദ്ധമായ നല്ല റമദാൻ മാസത്തെ കഞ്ഞിയാണ്. ഇതിലും വലിയ കഞ്ഞിയില്ല. പിതാവ് ബർമയിലായിരുന്നു. ബർമയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. ആ സ്ഥലത്ത് അവിടെ 3 പേർക്ക് 3 ആളാണ് ഇതിൻ്റെ ഷെയർ എടുത്തിട്ട് അവിടെ വിതരണം ചെയ്ത നോമ്പ് കാലത്ത് 10 ദിവസം ഒരാൾ, 10 ദിവസം ഒരാൾ, 10 ദിവസം ഒരാൾ, 3 10 30 ദിവസം 3 പേർ ചെയ്ത് ഇതിൻ്റെ എക്സ്പ്രസ് കിട്ടും അവിടെ ചെയ്തിരുന്ന പ്രത്യേകമായിരുന്നു. അപ്പം ബർമ ദേശസാൽക്കരിച്ചപ്പോൾ പിതാവ് നാട്ടിൽ വന്ന് ഇവിടെ അത് പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ പരീക്ഷണം വളരെയധികം വിജയമായിരുന്നു. മനസ്സിലായില്ലേ? പരീക്ഷണം വിജയിച്ചപ്പോൾ ഇതിങ്ങനെ തുടർന്നിട്ട് എല്ലാ വർഷവും കൊടുക്കാൻ തുടങ്ങി. ഞാൻ മൂത്ത ആളാണ്. ഞങ്ങൾ 6 മക്കൾ. ഞങ്ങൾ വീട് ഇത് തറവാടാണ്. എൻ്റെ വീട് തൊട്ടടുത്താണ്. ഇവിടെ ഞങ്ങൾ 5 പേരും ഈ ലൊക്കാലിറ്റി താമസിക്കുന്നത്. 5 പേർ ഈ ലൊക്കാലിറ്റി താമസിക്കുന്നത്. ഒരാൾ മാത്രം നടക്കാൻ കോഴിക്കോട് താമസിക്കുന്നു. ബാക്കി എല്ലാവരും ഇവിടെ. അപ്പോൾ അത് മാത്രമുള്ള കാലത്ത് തന്നെ ഇങ്ങനെ തുറന്നുകൊണ്ട് പോരുക തന്നെയാണ്. അപ്പോൾ മരിച്ചിട്ട് കുറച്ച് 10 വർഷത്തോളമായി. അതിനുശേഷം ഞങ്ങൾ നിർത്തിയിട്ടില്ല. ഞങ്ങൾ വസിയത്താണ് ഇത് നിർത്തരുത്, എന്ത് വന്നാലും ഇത് തുറന്നുകൊണ്ട് പോകണം. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഇതിങ്ങനെ ആവശ്യക്കാരങ്ങൾ വർദ്ധിച്ച് വരിക. കഴിഞ്ഞ വർഷം വരെ 60 ലിറ്ററിൻ്റെ 2 ചെമ്പായിരുന്നു. ഇപ്പോൾ 60 ലിറ്റർ 3 ചെമ്പായി. ഇനിയും അത് കൊടുത്തിട്ട് മതിയാവുന്നില്ല. അത്രയധികം ഇത് ധാരാളം ഈ പ്രദേശത്ത് കൂടാതെ അയൽദേശത്തുള്ള പല ആൾക്കാരോട് വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇഷ്ടം പോലെ എല്ലാവർക്കും ഫേമസ് തന്നെ ടേസ്റ്റുള്ള കഞ്ഞിയാണ്. അതിൽ ധാരാളം ചേരുവകൾ ചേരുന്നുണ്ട്. അതിൽ സംഭാവനയായിട്ട് ആര് തന്നാൽ വാങ്ങും. എല്ലാവരും പല ആൾക്കാരും വിദേശത്ത് നിന്ന്, കുവൈത്തിൽ നിന്ന്, ദുബായിൽ നിന്ന്, സൗദിയിൽ നിന്ന് ഒക്കെ കാശ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ റെസിപ്റ്റും കൊടുക്കും. അപ്പോൾ അതിൽ എല്ലാവരും ഭാഗവാക്കാണ്. ഇതിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് ഞങ്ങളാരും പ്രേരണയൊന്നുമല്ല, ഞങ്ങളാരും നിർബന്ധമില്ല. എല്ലാവരുടെ ആ ഒരു മഹത്വം അറിഞ്ഞിട്ട് ഞങ്ങൾ അത് പറയാതെ തന്നെ ഞങ്ങൾക്ക് കാശ് അയച്ചവരും റെഡി കാശായിട്ടും ചെക്കായിട്ടും എല്ലാം ഞങ്ങൾക്ക് ഇതിലേക്കുള്ള സംഭാവനയായിട്ട് ഇതിലേക്കുള്ള ചെലവിലേക്കുള്ള കാശായിട്ട് ഞങ്ങൾ ഇതിൻ്റെ നേതൃത്വം ഇതൊക്കെ ഞങ്ങൾ തന്നെ. വേറെ ആരുമില്ല, വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. ഈ സൗകര്യം വേറെ ആർക്കും. എലത്തൂർ ജുമാ മസ്ജിദിലേക്കുള്ള 10 ചെമ്പാണ് ഇതിൽ വരുന്നത്. ഇതാണ് ലാസ്റ്റുള്ളത്. ഇതിനാണ് ആളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരുവിധം ആളായിട്ടുണ്ട്. നമ്മൾ അസറിന് വന്ന ടൈമിൽ ഇവിടെ എത്ര തിരക്കൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ആളിങ്ങനെ തിരക്കായിട്ടുണ്ട്.
അപ്പോൾ ഇതാ പള്ളിയിൽ ഇതാളുള്ളതെല്ലാവരും ക്യൂ നിൽക്കുന്ന ഈ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കഞ്ഞി കൊടുക്കുന്ന ഈ ഒരു പള്ളിയിലാണ് കേട്ടോ. അതായത് ഇവിടുത്തെ മഹല്ല് പള്ളിയിലുള്ള ആളാണിത്. ഇവിടെ 5 മണിൻ്റെ ശേഷമാണ് ഇവിടെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്യണം. ഒരുപാട് ആളുണ്ട്. അതേപോലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹായ്. കോഴിക്കോട് എലത്തൂരിലുള്ള ഈ ഒരു കോഴിക്കഞ്ഞിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ. അങ്ങനെ ബർമയിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ മ്യാൻമാർ അവിടെ നിന്ന് വന്നിട്ടുള്ള കോഴിക്കഞ്ഞി, കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള കോഴിക്കഞ്ഞി നമ്മളെ വീട്ടിലേക്ക് തിരൂർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നോമ്പുണ്ടായതുകൊണ്ട് നമ്മളതിൻ്റെ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നോമ്പ് വരക്കാൻ അവിടെ നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കുന്ന ടൈമിന്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുറച്ചൊക്കെ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ കോഴിക്കഞ്ഞി എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം, കഴിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ചീരാക്കഞ്ഞിൻ്റെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. കോഴിൻ്റെ പീസൊന്നും കാണുന്നില്ല. ഇവിടെ എവിടെയോ ഒരു ചെറിയ പീസ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതാ ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ട്. അടിപൊളിയിട്ടാ സംഭവം. പിന്നെ അവരെന്നോട് പറഞ്ഞു നോമ്പ് പറഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ എത്തണ്ടേ, പിന്നെ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്തങ്ങോട്ട് വേഗം പോകുന്നു. അപ്പോൾ ഏതായാലും ഇതൊന്ന് റിവ്യൂ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഉലുവൻ്റെ ടേസ്റ്റ് ഉണ്ട്. കുറേ സംഭവങ്ങൾ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഏതായാലും അടിപൊളിയാണ്, സൂപ്പറാണ് കോഴിക്കഞ്ഞി. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെന്ന് കഴിക്കുക. പിന്നെ കോഴിക്കോട് ആ എലത്തൂർ ഭാഗത്തുള്ള ഒരുവിധ എല്ലാ ഫാമിലിയും ഇത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞവരാണ്. ഏതായാലും എനിക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫാമിലിക്കും അടിപൊളിയാണ്, സൂപ്പറാണ്. എന്നും ഇതേപോലെ ഉണ്ടാവട്ടെ ഈ കോഴിക്കഞ്ഞി. ഒരുപാട് വർഷം നിലനിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ, ബൈ.